പോസ്റ്ററിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഈശ്വര ഇനി എന്താണ് ഇത്, ഒരു ആനിമെ പോലെ ഇരിക്കുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ടുവരായിരിക്കും അങ്ങനെ വിചാരിക്കുന്നത്. ഇതൊക്കെ കുട്ടികളൊക്കെ കാണണ്ടേ, നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണണ്ടേ, മറച്ചു വെക്കുന്നത് എന്തിനാണല്ല. കിടിലം. മലയാളത്തിൽ ഈ ടൈപ്പ് പടങ്ങളൊക്കെ വരുന്നത് കുറവാണ്. VFX വർക്കായാലും എല്ലാം കിടിലായിട്ടുണ്ട്. അവരെ പക്ക എൻ്റർടൈനിങ് പടമാണ്. സയൻസ് ഫിക്ഷൻ എല്ലാം മിക്സ് ആയിട്ടുള്ള പടമാണ്. എല്ലാവരും കിടിലം. ഭയങ്കര ഹ്യൂജ് ഫൺ, ഭയങ്കര വിറ്റിയാണ്. പിന്നെ മലയാളത്തിൽ മേ ബി നേരത്തെ ഉണ്ടായിരിക്കാം, പക്ഷേ ഇത്രയും റൂട്ടഡ് ആയിട്ടുള്ളൊരു സൈഫൈ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തിയേറ്ററിൽ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റി. ആൻഡ് ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ വന്ന് കാണേണ്ട പടമാണ്. മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു പടം എന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ ഒരു സൈഫൈ പടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഓഡിയൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തീമാണ് എന്നൊന്നും അറിയാതെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള മൈൻഡുമായിട്ടാണ് സിനിമ കാണാൻ വന്ന സമയത്ത് ആക്ച്വലി ഞെട്ടിക്കുന്ന പടമായിരുന്നു. നിങ്ങൾ ആവേശം പോലുള്ള സിനിമകളൊക്കെ, നിങ്ങൾ ഫണ്ണ് പടങ്ങളൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. വളരെ ഫണ്ണായിട്ടാണ് പടം പോയിരിക്കുന്നത്. ഗണേഷ് കുമാർ സാർക്ക് ഇത്ര ഫണ്ണൊരു ക്യാരക്ടർ അടുത്ത കാലത്തൊന്നും മലയാളത്തിൽ ചെയ്തിട്ടില്ല. ഗോകുൽ സുരേഷ് ആണെങ്കിലും അജു വർഗീസ് ആണെങ്കിലും അനർക്കലി മരക്കാരാണെങ്കിലും അഭിനയിച്ചവരെല്ലാം കിടിലം പ്രകടനമാണ്. അതുപോലെ ടെക്നിക്കൽ വിഭാഗമെല്ലാം നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. VFX ഒക്കെ തന്നെ ഇത്രയും ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഇവർ ഇത്രയും നന്നായിട്ട് VFX എങ്ങനെ ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ്. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് വന്നിരുന്ന കാണാം. നല്ല പടം. അഭിനയിച്ചത് എനിക്ക് സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് ഗണേഷ് കുമാർ സാറാണ്. കാരണം ഗണേഷ് കുമാർ സാർ നമ്മളൊരു സീരിയസ് ക്യാരക്ടറായിട്ട് അങ്ങനെ പുള്ളിയെ കണ്ടിട്ടുള്ളൂ. പുള്ളി ഇത്രയും ഫണ്ണായിട്ട് ആ ഗോകുൽ സുരേഷും അജു വർഗീസൊക്കെ തന്നെ ഈ പരിപാടികൾ ചെയ്യാൻ നമുക്കറിയാം. അവരുടെ വൈബിലിരുന്ന് പുള്ളിക്കാർ അഭിനയിച്ചു എന്നുള്ളത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അടിപൊളിയൊരു പുള്ളി ചെയ്തിട്ടുണ്ട്. അനാർക്കലി മരക്കാരുടെ ക്യാരക്ടറും അവർ ഡിഫറൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് ഒന്ന് കാണാം. അതായത് വളരെ ലളിതമാണ് സിനിമ. ഭയങ്കര സയൻറ്റിഫിക്, ഭയങ്കര എന്തോ വലിയ മറ്റേ ഇൻ്റർസ്റ്റെല്ലാർ കാണാൻ പോകുന്ന മൈൻഡിലൊന്നും വരണം. വളരെ എൻജോയ് ചെയ്തൊന്ന് സിമ്പിളായിട്ട് ചിരിച്ച് കണ്ടു പോകാവുന്നൊരു സിനിമയാണ്. അയ്യോ, ഒരു ലിപ് ലോക്ക് എന്നൊക്കെ പറയുന്ന നമ്മളിപ്പോൾ എന്തോ ഒരു വലിയ സംഭവമായിട്ട് കാണിക്കുന്ന പോലെ ലിപ് ലോക്ക് അങ്ങനത്തെ ഒരു സെക്ഷുവൽ ഒരു സോണിലോട്ട് ഈ പണം പോകുന്നേ ഇല്ല. ലിപ് ലോക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു ഫണ്ണായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ച് കുട്ടികളെ കൊണ്ടുവരായിരിക്കും അങ്ങനെ വിചാരിക്കുന്നത്. ഇതൊക്കെ കുട്ടികളൊക്കെ കാണണ്ടേ, നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണണ്ടേ, മറച്ചു വെക്കുന്നത് എന്തിനാണല്ല. അടിപൊളി പടമാണ്. നമ്മളിപ്പോൾ ഈ സിനിമയുടെ ഈ ട്രെയിലർ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇത് ഇറങ്ങിയ സമയത്തിന് ശേഷം ഒരു ഏത് സിനിമാ കൂട്ടായ്മയിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്. പിന്നെ പുറത്തുള്ളവർ നോക്കുമ്പോഴും മലയാള സിനിമ ഇങ്ങനെ വളരുന്നു എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. പക്ഷെ അത് തന്നെയാണ് നമ്മൾ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റുന്നത്. നമ്മൾ സിനിമയ്ക്കകത്ത് പോകുമ്പോൾ ഡയലോഗ്സ്, അതിൻ്റെ സ്ക്രിപ്റ്റിംഗ്, പിന്നെ അതിൽ വെച്ചിരിക്കുന്ന VFX വർക്ക്സ്, അഭിനയിച്ചിരിക്കുന്നവരുടെ പെർഫോമൻസ്, പിന്നെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്കിവിടെ കൊണ്ടുവന്നല്ലോ. എന്താണ് നമ്മളിപ്പോൾ ഏലിയൻ അങ്ങനെ ഇങ്ങനെ പറയുന്നതിലുപരി അതിനകത്ത് കുറേ മെസ്സേജസ് ഉണ്ട്. ഓരോ സീനിലും അതൊരു കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിന് ഇപ്പോഴത്തെ കാലമായിട്ടൊക്കെ ഒന്ന് കൂട്ടി നോക്കിയാലും അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ സിനിമകൾ. അടിപൊളി സിനിമ. എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിനകത്ത് ഇവർ പറയുന്നത് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ കേരളം എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. അതിനകത്ത് കുറച്ച് ടെക്നോളജിക്കലി അതും പിന്നെ എന്താണ് സയൻസും പിന്നെ എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് പോളിറ്റിക്സ് ഉൾപ്പെടെ അത് വളരെ രസകരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യം ഞാൻ ഇത് പോസ്റ്ററിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഈശ്വര ഇനി എന്താണ് ഇത്, ഒരു ആനിമെ പോലെ ഇരിക്കുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത് ചെയ്തതെന്നുള്ളത് അനാർക്കലി പറഞ്ഞ പോലെ എക്സ്പെരിമെൻ്റലാണ് സാധനം. പക്ഷേ ഇത് ഒരു 2 hours ഉണ്ട്. നമുക്ക് വളരെ രസകരമായിട്ട് എൻഗേജിങ് ആയിട്ട് തന്നെ ഈ പടം വന്നിട്ടുണ്ട്. സന്തോഷമുണ്ട്. കാരണം ഇതിനകത്ത് അങ്ങനെ ഒരു കുടുംബത്തിന് കാണാത്ത രീതിയിലുള്ള കട്ട് ചെയ്യുന്ന വയലൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. വളരെ രസകരമായിട്ടൊരു കണ്ടൻറ്റ്, അതിന് നല്ല രീതിയിൽ അവർ ക്രിയേറ്റീവായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത് ഈ സിനിമയെ പറ്റിയിട്ട്. അത് എന്തുകൊണ്ടാണ് സാധാരണ ഒരു അങ്ങനത്തെ അല്ല, അത് എന്തുകൊണ്ടാണ് ആ ലിപ്പൊക്കെ എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു സസ്പെൻസ്. പക്ഷേ ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോമ്പിനേഷനും അത് എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊരു സയൻസ് ബേസ്ഡ് കണ്ടൻറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് പോളിറ്റിക്സ് എല്ലാം കൂടെ അവർ പറയാതെ പറഞ്ഞു തോന്നുന്നു. നമ്മുടെ കേരളം ഇനി ഭാവിയിൽ ഇങ്ങനെ ആകാം, അതിന് ഇന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ വന്നാൽ അത് ഒരു പക്ഷേ എല്ലാം നമ്മുടെ ഒരു ആക്ഷേപഹാസ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയിൽ പറയാം. എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇപ്പോൾ കണ്ടിരിക്കാനായിട്ട്.